ദുഷ്ടമനസ്സുള്ള ചില സംഘടനകളെക്കുറിച്ചും ദുഷ്ടമനസ്സുള്ള ചില വ്യക്തികളെക്കുറിച്ചും ഈ പൊതുസമൂഹം ഇവിടെ തിരിച്ചറിയുന്നത്. പൊതുവെ അവർ ആ നിയമത്തിനോടെതിരാണ്. ആ നിയമം പാസ്സാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവർക്ക്. ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന എത്ര രൂപയാണ് എന്ന് എഴുതി വയ്ക്കാൻ കഴിയാത്തവർ ആശുപത്രി നടത്തുന്നത് സതുദ്ദേശത്തോടുകൂടിയല്ല, ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ്, ചൂഷണ മനോഭാവത്തോടു കൂടിയാണ്. അത്തരം ആശുപത്രികളെ എത്ര സൗകര്യം ഉണ്ടെങ്കിലും സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത്. അത്തരം ആശുപത്രികൾ കേരള നിയമസഭ 2018 പാസ്സാക്കിയ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ആക്ടിനെ സംബന്ധിച്ച് എൻ്റെ ചില നിരീക്ഷണങ്ങൾ, എൻ്റെ ചില അഭിപ്രായങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 2018 കേരള നിയമസഭ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പാസ്സായി. ഗവർണർ ഒപ്പുവെച്ചു, അത് നിയമവുമായി. പക്ഷേ ആ നിയമത്തിനെതിരെ കേരളത്തിലെ ചില സ്വകാര്യ ആശുപത്രികളുടെ സംഘടനകൾ അവർ കേരള ഹൈക്കോടതിയിൽ കേസുമായി പോയി. ആദ്യം സിംഗിൾ ബെഞ്ച് കേസ് കേട്ടു. സിംഗിൾ ബെഞ്ച് നിയമസഭ പാസ്സാക്കിയ ഈ നിയമം അതേപടി ശരിവെച്ചു. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികളുടെ സംഘടന നേരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോയി. അപ്പീൽ കേട്ടു. ഈ കഴിഞ്ഞ 2025 നവംബർ 26 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവെക്കുകയും ചെയ്തു. അങ്ങനെ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നിയമമായി, ഒരു തടസ്സവുമില്ലാതെ നിയമമായി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തിനാണ് സ്വകാര്യ ആശുപത്രികളുടെ സംഘടനകൾ ഈ നിയമത്തിനെതിരെ കേസിന് പോയത്? IMAയ്ക്കും ഈ നിയമത്തോടെ ചില എതിർപ്പുകളുണ്ട്. എന്തിനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ നിയമത്തെ എതിർക്കുന്നത്? ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് ദുഷ്ടമനസ്സുള്ള ചില സംഘടനകളെക്കുറിച്ചും ദുഷ്ടമനസ്സുള്ള ചില വ്യക്തികളെക്കുറിച്ചും ഈ പൊതുസമൂഹം ഇവിടെ തിരിച്ചറിയുന്നത്. ഇവരെ ഈ നിയമത്തിൻ്റെ 3 വകുപ്പുകളെയാണ് പ്രധാനമായി എതിർത്തത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്ഷൻ 16 സബ്സെക്ഷൻ 2, പിന്നീട് വന്നത് സെക്ഷൻ 39 സബ്സെക്ഷൻ 2, സെക്ഷൻ 39 സബ്സെക്ഷൻ 3. ഇവരെന്തിനാണ് ഈ 3 സെക്ഷനെ ഒറ്റതിരിഞ്ഞ് ഏറ്റവും ശക്തമായി എതിർത്തു? പൊതുവെ അവർ ആ നിയമത്തിനോടെതിരാണ്. ആ നിയമം പാസ്സാക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവർക്ക്. പക്ഷേ അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ചില സെക്ഷൻ ഒഴിവാക്കി ആ നിയമത്തിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ ആ നിയമം എന്തിനു വേണ്ടി ആണോ നിർമ്മിച്ചത് അതിനെ തകർക്കാൻ, അതിൻ്റെ പല്ലും നഖവും ഒക്കെ ഊരി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇത്തരമൊരു നിയമയുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ സെക്ഷൻ 16 സബ്സെക്ഷൻ 2, ഈ സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പറയുന്ന അപകടം പിടിച്ച കാര്യം എന്താണ്? അതനുസരിച്ച് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ ലബോറട്ടറികളും കൃത്യമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. അത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൗൺസിലിൽ ഈ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ലബോറട്ടറികളും രജിസ്റ്റർ ചെയ്യണം, അതുപോലെ തന്നെ ആശുപത്രികളും രജിസ്റ്റർ ചെയ്യണം. ഇതാണ് പറയുന്നത്. അവർ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്വകാര്യ ആശുപത്രികൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ബാലജനസഖ്യത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്, വായനശാലയ്ക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ തങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഒന്നും ബാധകമല്ല എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രികളുടെ നിലപാടിനോട് എങ്ങനെ പൊതുസമൂഹത്തിന് യോജിക്കാൻ കഴിയും എന്ന് ചിന്തിക്കണം. എന്തിനു വേണ്ടിയാണ് അവർ രജിസ്ട്രേഷനെ എതിർക്കുന്നത്? അവർ രജിസ്ട്രേഷൻ എതിർക്കുന്നത് എന്തായാലും നല്ല ഉദ്ദേശത്തോടുകൂടിയല്ല എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമാണ്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട എതിർപ്പ്. ഇനിയും രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട എതിർപ്പ് സെക്ഷൻ 31 സബ്സെക്ഷൻ 2, സെക്ഷൻ 39 സബ്സെക്ഷൻ 3. രണ്ടും കൂടി ചേർത്ത് പറഞ്ഞാൽ ഈ 2 സെക്ഷനിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട നിയമം, ഏത് ആശുപത്രിയിൽ എന്തെല്ലാം സേവനങ്ങൾ രോഗികൾ കൊടുക്കുന്നുണ്ടോ ആ സേവനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ഈടാക്കുന്ന നിരക്ക് എത്രയാണ് കൃത്യമായി എഴുതി ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിരിക്കണം. ഇത് അത്ര അപകടം പിടിച്ചൊരു കാര്യമാണ്. കേരളത്തിലെ ഏത് കുഗ്രാമത്തിൽ ചെന്നാലും അവിടുത്തെ ചായക്കടയിൽ, ഒരു സാധാരണ ചായക്കടയിലെ ചായക്ക് ഇത്ര രൂപ, ഉഴുന്നുവടയ്ക്ക് ഇത്ര രൂപ, പരിപ്പ് വടയ്ക്ക് ഇത്ര രൂപ, ബോഹണ്ടായിക്ക് ഇത്ര രൂപ, ഇത് എഴുതി വെച്ചിരിക്കുകയാണ്. അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അവർക്കത് ചെയ്യാമെങ്കിൽ കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രിക്കാർക്ക് അവരീടാക്കുന്ന നിരക്ക് എഴുതി വയ്ക്കാൻ മടിയുണ്ട് എന്ന് പറഞ്ഞാൽ, മടിയുള്ളവർ ആശുപത്രി നടത്തേണ്ട, അവർ മറ്റെന്തെങ്കിലും പണിക്ക് പോകട്ടെ. ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന എത്ര രൂപയാണ് എന്ന്
എഴുതി വയ്ക്കാൻ കഴിയാത്തവർ ആശുപത്രി നടത്തുന്നത് സതുദ്ദേശത്തോടുകൂടിയല്ല, ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ്, ചൂഷണ മനോഭാവത്തോടു കൂടിയാണ്. അത്തരം ആശുപത്രികളെ എത്ര സൗകര്യം ഉണ്ടെങ്കിലും സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത്. അത്തരം ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതാണ് സമൂഹത്തിന് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഇത്തരം ചില ജനങ്ങളെ സഹായിക്കുന്ന, രോഗികളുടെ ആരോഗ്യവും പരിരക്ഷയും ഉറപ്പാക്കുന്ന വകുപ്പുകളെ എതിർക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ നിരക്ക് പ്രദർശിപ്പിക്കുന്നതിന് IMAയും എതിർക്കുകയാണ്. അപ്പോൾ IMA പറയുന്നത് രോഗിയുടെ പരിചരണത്തിനായിട്ട് ഓരോ രോഗിയുടെയും പരിചരണം ചിലത് സങ്കീർണമായിരിക്കും, പൊതുവായ നിരക്ക് പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് IMAയുടെ നിലപാട്. അതത്ര കൃത്യമായ നിലപാടൊന്നുമല്ല. അതിന് കോടതി മറുപടി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാം, അതിന് പ്രത്യേക ബില്ല് ഈടാക്കുകയും ചെയ്യാം. അപ്പോൾ IMAയും ഈ കാര്യത്തെ സ്വീകരിച്ചിരിക്കുന്നത് നല്ല ലക്ഷ്യത്തോടുകൂടിയല്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിലെ അംഗങ്ങളോടും ആ സംഘടനയോടും കേരളത്തിലെ പൊതുസമൂഹത്തിന് ചില ആദരവുണ്ട്. അത് ദയവായിട്ട് നശിപ്പിച്ചു കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു ജനക്ഷേമം മുൻനിർത്തി കൊണ്ടുവന്ന ഒരു നിയമത്തിനെ നിങ്ങൾ എതിർക്കാൻ ശ്രമിച്ചത് നമ്മുടെ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കൊണ്ടല്ല, മറിച്ച് മറ്റു ചില ഗൂഢമായ താല്പര്യത്തോടുകൂടിയാണ്. അത് സമൂഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തിരിഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കോവിഡ് കാലത്ത് ചില സ്വകാര്യ ആശുപത്രികൾ വലിയ ഫീസ് രോഗികൾ ചുമത്തി. അവരതിനെതിരെ കേസ് പോയി. അപ്പോഴാണ് നമ്മൾ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ടിനെ കുറിച്ച് അറിയാനും കോടതിയിൽ ചർച്ച വന്നതും ഈ കേസിലേക്ക് പോകാനുമുള്ള കാരണം അതാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹം മാന്യതയും അതുപോലെ തന്നെ ആദരവും നൽകുന്ന വ്യക്തികളും സംഘടനകളും സമൂഹം നൽകുന്ന ആദരവിനും അതുപോലെ തന്നെ ബഹുമാനത്തിനും മാന്യതയ്ക്കും ഒക്കെ അനുസരിച്ച് ഉയരാൻ അവർ ബാധ്യസ്ഥരാണ്. മറിച്ച് സമൂഹത്തിൻ്റെ പൊതു താല്പര്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം സംഘടനകളെയും വ്യക്തികളെയും ഒക്കെ സാമൂഹ്യ ദ്രോഹികളുടെ സംഘടന അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹികളെന്നായിരിക്കും ജനം വിശേഷിപ്പിക്കുന്നത്. പിന്നെ കേരളത്തിലെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം നമുക്കറിയാം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത ദൈർഘ്യം വർദ്ധിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് 73 വയസ്സും സ്ത്രീകൾക്ക് 76 വയസ്സുമാണ് ജീവിത ദൈർഘ്യം. പക്ഷേ കേരളം ഒരു രോഗാതുരമായ സമൂഹമാണ്. വളരെ കൂടുതൽ ആളുകൾ മരുന്ന് കഴിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിലെ മറ്റ് സംസ്ഥാനത്തേക്കാൾ വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം ഈ ജീവിത ദൈർഘ്യം വർദ്ധിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ തേടിയെത്തുന്ന ആളുകൾ വളരെ കൂടുതലാണ്. അവരെ പരമാവധി പിഴിഞ്ഞെടുക്കുന്ന, അവരെ പരമാവധി ചൂഷണം ചെയ്യുന്ന ആശുപത്രികൾ തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണകരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ നിയമം അടിവരയിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതുപോലെ ഈ പണമോ അല്ലെങ്കിൽ മറ്റു രേഖകളോ ഒന്നുമില്ലാതെ ഒരു രോഗിയെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാൽ അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ നൽകണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല ചികിത്സ നൽകാൻ ആ ആശുപത്രിക്ക് കഴിയില്ലെങ്കിൽ നല്ല ചികിത്സ ലഭ്യമാകുന്ന മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണം പ്രാഥമിക ശുശ്രൂഷ നൽകിയതിന് ശേഷം. മാത്രമല്ല രോഗി അവിടെ എത്തിയെന്ന് ഉറപ്പാക്കുകയും വേണം. എത്ര പരിഷ്കൃതമായ, എത്ര ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നിയമമാണിത്, ഒന്ന് ആലോചിച്ച് നോക്കണം. പലപ്പോഴും നമ്മുടെ സ്വകാര്യ ആശുപത്രികളിൽ അടിയന്തര പ്രാധാന്യമുള്ള ഒരു രോഗിയുമായിട്ട് ചെന്നാൽ, മരണാസന്നനായ ഒരു രോഗിയുമായിട്ട് ചെന്നാൽ നിഷ്കരണം അവർ പറയും, പണമില്ലെന്ന് കണ്ടാൽ അടുത്ത ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയും. ഇനി അത് പറ്റില്ല. ഇതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. അവിടെ എത്തുന്ന രോഗിക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ ആ ആശുപത്രി നിർബന്ധിതമാണ്, കൊടുത്തേ പറ്റൂ. അത് നിഷേധിക്കുന്നത് നിയമം നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് തള്ളിവിടാൻ പറ്റില്ല, ആ ആശുപത്രിയിലെത്തി എന്ന് ഉറപ്പാക്കാനുള്ള ധാർമ്മികവും സാങ്കേതികവുമായ ചുമതല ഈ ആശുപത്രികൾക്കുണ്ട് എന്നുള്ളതുമാണ്. ഇവിടെ രോഗികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ നിയമം കൊണ്ടുവന്നത്. രോഗികളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് രോഗികളുടെ അവകാശങ്ങൾ കൃത്യമായി ഈ ആശുപത്രിയിൽ എഴുതി വച്ചിരിക്കണം. ഒപ്പം ആ ആശുപത്രിയിൽ ഏതെല്ലാം രോഗങ്ങൾക്ക് എന്തെല്ലാം ചികിത്സകൾ ലഭ്യമാണ് എന്നുള്ളതും എഴുതി പ്രദർശിപ്പിച്ചിരിക്കണം. ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരാളെ അധികാരപ്പെടുത്തിയിരിക്കണമെന്നും ആ അധികാരിയുടെ പേര്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID ഇതെല്ലാം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്നും കർശനമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ നിയമത്തിൽ. അപ്പോൾ ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത്
വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന, രോഗികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന, രോഗിയെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്ന വളരെ നല്ല ഒരു നിയമമായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ രോഗിയെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കാൻ കാത്തിരിക്കുന്ന പഞ്ചനക്ഷത്ര ആശുപത്രികൾക്ക് ഈ നിയമം തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു നിയമത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് അവബോധം നൽകാനുള്ള ചുമതല നമ്മുടെ സമൂഹത്തിലെ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റിക്കുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു രചനാത്മകമായ ന്യൂനപക്ഷത്തിനുള്ളതാണ്. എപ്പോഴും സാമൂഹ്യ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അവരായിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾക്കായിരിക്കും പൊതു അഭിപ്രായം രൂപപ്പെടുത്താൻ ഉള്ള ഒരു ആണിക്കല്ലായിട്ട് മാറുന്നത്. ഈ നിയമത്തെക്കുറിച്ച് അവബോധം സാധാരണ ജനങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യരംഗം ഒരു മാറ്റത്തിന് വിധേയമാകുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ നടക്കുന്ന ചൂഷണം വളരെ ഭീകരമാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനെ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, എറണാകുളത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വെന്റിലേറ്ററിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ബോഡി വെന്റിലേറ്ററിൽ കിടത്തി. ആ ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടർ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് 2 ദിവസം മുമ്പ് മരിച്ചു പോയതാണ്, പണം വാങ്ങിക്കാനായിട്ട് വെറുതെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ്, വെന്റിലേറ്ററിൽ ബെഡ് ഒഴിയുള്ളവർ നിങ്ങളുടെ ഇന്ന് പണം വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ക്ഷുഭിതനായെങ്കിലും അച്ഛൻ്റെ മൃതശരീരവുമായിട്ട് മടങ്ങേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ മടങ്ങിപ്പോയ ഒരു സംഭവം വളരെ ദുഃഖത്തോടുകൂടി അദ്ദേഹം എന്നോട് വിശദീകരിച്ചത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ മരിച്ച രോഗിക്ക് ചികിത്സ നൽകുന്ന പഞ്ചനക്ഷത്ര ആശുപത്രികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. മിക്കവാറും എല്ലാ പഞ്ചനക്ഷത്ര ആശുപത്രികളിലും ഡോക്ടർമാർക്ക് ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവരവരുടെ മുന്നിലെത്തുന്ന രോഗികളെ പിഴിയുകയാണ്. ഈ ടാർഗറ്റ് അനുസരിച്ചാണ് ഡോക്ടർമാർക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത്. രോഗിയെ പിഴിഞ്ഞെടുത്ത പണം കൊണ്ട് ആശുപത്രി ഉടമകൾ തടിച്ചു കൊഴുത്ത് മുന്നേറാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ കേരളം വളരെ അപകടം പിടിച്ചൊരു സംസ്ഥാനമാണ്. അത് നിങ്ങൾ മറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഡോക്ടർമാർ ഒരു കാര്യം മനസ്സിലാക്കണം. അറവുശാലയിലേക്ക് കത്തിയുമായി പോകുന്ന മാട്ടറപ്പുകാരനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കത്തിയുമായി പോകുന്ന ഡോക്ടറും 2 കൂട്ടരും തങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഡോക്ടറെ ഈശ്വരതുല്യമാണ് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത് എന്ന് ദയവായിട്ട് നിങ്ങൾ മറക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യരംഗത്തെ ഭൂരിപക്ഷം ആളുകളും നല്ല മനസ്സുള്ള ആളുകൾ തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. മാലാഖമാരെ പോലുള്ള നഴ്സുമാർ നമുക്കുണ്ട്. അതുപോലെ തന്നെ ദൈവതുല്യരായ ദേവദൂതന്മാരെ പോലെയുള്ള ഡോക്ടർമാരും നമുക്കുണ്ട്. ഇത് പറയുമ്പോഴേ എത്രയോ ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ പേരുകൾ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പണത്തിനോടുള്ള ആർത്തി മൂത്ത് ഭ്രാന്ത് പിടിച്ച ചില ആർത്തിപ്പണ്ടാരങ്ങൾ സ്റ്റെതസ്കോപ്പും തോളിലിട്ട് വൈറ്റ് കോട്ടും ഇട്ട് ചികിത്സിക്കാനെന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഈ ആർത്തിപ്പണ്ടാരങ്ങളെ കൃത്യമായി മാറ്റി നിർത്താൻ, കറുത്താടുകളെ പോലെ മാറ്റി നിർത്താൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കഴിയുക തന്നെ വേണം. അതല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ കേരള സമൂഹം മറ്റൊരു തരത്തിലായിരിക്കും വിലയിരുത്തുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ കേസുമായി പോയ സ്വകാര്യ ആശുപത്രികളുടെ ഉടമകൾ ഒരു വസ്തുത മനസ്സിലാക്കണം. ബ്ലേഡ് കമ്പനികളും സ്വകാര്യ ആശുപത്രികളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാത്തവൻ ഈ ആശുപത്രി നടത്താൻ ഇറങ്ങി തിരിച്ചാൽ അത് അവൻ അപകടം ചെയ്യും, ആശുപത്രിക്കും അപകടം ചെയ്യും. കാരണം കേരള സമൂഹം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സമൂഹമാണ്. ഒരിക്കൽ അവർ ഉണർന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെ തടഞ്ഞു നിർത്തുക അസാധ്യമായിരിക്കും. സമൂഹം ബഹിഷ്കരിക്കുന്ന, സമൂഹം വെറുക്കുന്ന, സമൂഹം അവജ്ഞയോടെ കാണുന്ന ഏത് സംഘടനയായാലും ശരി, ഏത് വ്യക്തിയായാലും ശരി, അത്തരം ഒരു വ്യക്തിക്ക് സുഖകരമായൊരു ജീവിതം ഒരു സമൂഹത്തിൽ നയിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും മനസ്സിലാക്കണം, സ്വകാര്യ ആശുപത്രികളുടെ ഉടമകളും മനസ്സിലാക്കണം. ഈ നിയമത്തിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിയമത്തിനനുസരിച്ച് തീർച്ചയായിട്ടും ആരോഗ്യരംഗം മാറ്റാനും രോഗികൾക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കഴിയുന്ന തരത്തിൽ ആശുപത്രിയുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തുക, ഡോക്ടർമാരുടെ പെരുമാറ്റത്തിലും മാറ്റം വരുത്തുക. ഇത് മാത്രമേ ഉള്ളൂ മാർഗം. ഇതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.